ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിന്റെ 388 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ ശിവപ്രസാദാണ്. നമുക്ക് വേണ്ടി വായിക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും പോകുന്നത് ശ്രീമതി സുധ അനിൽകുമാർ തിരുവനന്തപുരത്ത് നിന്നാണ്. അപ്പൊ സുധ എത്തിയിട്ടുണ്ടല്ലോ അല്ലെ? സുധ 3 പ്രാവശ്യം വീഡിയോ ഓൺ ചെയ്തിട്ട് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുക. എന്നിട്ട് 3 പ്രാവശ്യം ഓങ്കാരവും 3 പ്രാവശ്യം സായി ഗായത്രിയും പറഞ്ഞ ശേഷം ഒരു 10 മിനിറ്റിൽ താഴെ വായിച്ചാൽ മതി. അതിനുശേഷം ഒരു 15 മിനിറ്റ് അനുഭവങ്ങൾ പറയുക. പിന്നെ ഭഗവാന്റെ ഒരു വീഡിയോ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു ഭജന പാടണം. ഇത്രയാണ് ചെയ്യേണ്ടത്. സായിരാം. തുടങ്ങിക്കോളൂ. സായിരാം. ഓം 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 സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. എന്റെ പേര് സുധ അനിൽകുമാർ. തിരുവനന്തപുരത്ത് നിന്ന് നെയ്യാറ്റിങ്കര സമിതിയാണ്. എന്റെ എല്ലാമായ ഭഗവാന്റെ തൃപ്പാദത്തിൽ ശതകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഞാൻ ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്നത് സത്യസായി വാണി 1992 പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിൽ ഭഗവാൻ നടത്തിയ ദിവ്യ പ്രഭാഷണങ്ങളിൽ കുറച്ച് ഭാഗങ്ങളാണ്. ദിവ്യ പ്രേമ സ്വരൂപരെ സമ്യക് കീർത്തനം. സങ്കീർത്തനം എന്ന് വെച്ചാൽ സമൂഹ ഭജനയാണ്. കീർത്തനവും സങ്കീർത്തനവും തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യക്തിനിഷ്ഠമായ ഒന്നാണ് കീർത്തനം. പ്രാർത്ഥന സഫലീകൃതമാകാനുള്ള ഓരോ വ്യക്തിയുടെയും ആലാപനമാണിത്. സമസ്ത പ്രപഞ്ചത്തിന്റെയും സ്വാസ്ഥ്യം ഉദ്ദേശിച്ചുള്ളതാണ് സങ്കീർത്തനം. ഇതിന്റെ സാമാജിക ഭജന എന്നും പറയാറുണ്ട്. സിഖ് മത സ്ഥാപകനായ ഗുരു നാനാക്കാണ് ഈ സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത്. നാനാത്വത്തിൽ ഏകത്വം ദർശിക്കുക എന്നതാണ് സങ്കീർത്തനത്തിന്റെ ലക്ഷ്യം. എല്ലാ ആളുകളും ഒന്നു ചേർന്ന് ഒരേ സ്വരത്തിൽ പാടുമ്പോൾ അതിനെ സങ്കീർത്തനം എന്ന് പറയുന്നു. 4 തരത്തിലുള്ള സങ്കീർത്തനങ്ങളുണ്ട്. സങ്കീർത്തനം 4 തരത്തിലുണ്ട്. ഒന്ന് ഗുണസങ്കീർത്തനം, ലീലാ സങ്കീർത്തനം, ഭാവസങ്കീർത്തനം, നാമസങ്കീർത്തനം. ഈശ്വരന്റെ മംഗളകരമായ ഗുണങ്ങൾ ഉരുവിടുകയും ഈശ്വരനുമായുള്ള ഏകത്വം അനുഭവവേദ്യമാക്കുകയും ഈശ്വരീയ ഗുണങ്ങൾ സ്വയം നേടുകയും ചെയ്യുന്ന തരത്തിൽപ്പെട്ട ഭജനയാണ് ഗുണസങ്കീർത്തനം. ത്യാഗരാജൻ ഇത്തരത്തിലുള്ള ആലാപനമാണ് അവലംബിച്ചിരിക്കുന്നത്. ആഹ്ലാദകരമായ നൃത്തത്തിലൂടെയും ഗാനത്തിലൂടെയും ഭഗവാന്റെ ദിവ്യ ലീലകളിൽ സമ്പൂർണമായി മുഴുകി ആസ്വദിക്കുന്നതിനെ ആണ് ലീലാ സങ്കീർത്തനം എന്ന് പറയുന്നത്. ജയദേവരുടെ ഗീതാഗോവിന്ദം ഇത് പ്രകടിപ്പിക്കുന്നു. ഭാവസങ്കീർത്തനം ഈശ്വരനോടുള്ള തന്റെ വിവിധ വിചാരങ്ങൾ നിലനിർത്തുകയും ഭക്തിയുടെ ഓരോ നിമിഷത്തിലും ഈശ്വരനുമായി താതാത്മ്യ ഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതാണിത്. രാധ മാത്രമാണിത് വ്യക്തമാക്കിയിട്ടുള്ളത്. ശാന്തം, സഖ്യം, വാത്സല്യം, അനുരാഗം, മാധുര്യം എന്നീ 5 ഭാവങ്ങളിൽ അവർ തന്റെ ഭക്തി പ്രകടമാക്കിയിട്ടുണ്ട്. രാധയും മീരയും ഭാവസങ്കീർത്തനത്തിന്റെ പ്രയോക്താക്കളായിരുന്നു. നാമസങ്കീർത്തനം ചൈതന്യൻ ആയിരുന്നു ഈ സങ്കീർത്തനത്തിന്റെ പ്രയോക്താവ്. എല്ലാ നാമവും അവിടുത്തേതാണ്. അവിടുത്തെ നാമവും രൂപവും പതിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. സർവരൂപധരം ശാന്തം, സർവനാമധരം ശിവം, സച്ചിദാനന്ദ രൂപം അദ്വൈതം, സത്യം ശിവം സുന്ദരം.
ഇതിനു മുൻപുള്ള ഓരോ യുഗങ്ങളിലും മഹിമകൾ പാടുന്നതിന് ഭക്തർ ഒന്നല്ലെങ്കിൽ മറ്റൊരു സമ്പ്രദായത്തെ അവലംബിച്ചപ്പോൾ പ്രശാന്തി നിലയത്തിലെ നിവാസികൾക്ക് 4 ഭാവങ്ങളിലുള്ള സങ്കീർത്തനം ആസ്വദിക്കാനാകുന്നു എന്നത് മഹാഭാഗ്യം തന്നെ. ഇവിടെ ആലപിക്കുന്ന ഭജനകൾ 4 തരത്തിലുള്ള സങ്കീർത്തനങ്ങളുടെയും സമ്മിശ്രമാണ്. നാമലിഖിതത്തിന്റെ പൊരുൾ ഭഗവത് നാമത്തെ കീർത്തിക്കുന്ന മറ്റൊരു സമ്പ്രദായം കൂടിയുണ്ട്. നാമലിഖിതമാണത്. മനസ്സുകൊണ്ട് ഭഗവാന്റെ നാമം ധ്യാനിച്ചുറപ്പിച്ച് നാവുകൊണ്ട് നാമം ഉച്ചരിച്ച് കൈകൊണ്ട് തിരുനാമം എഴുതുന്നത് ത്രികരണ ശുദ്ധിക്ക് കാരണമാകുന്നു. ഈശ്വരന്റെ നാമം ലോകമെമ്പാടും പല പ്രകാരത്തിൽ കീർത്തിക്കപ്പെടുന്നു. സദാ ഈശ്വര ലീലകൾ ആസ്വദിക്കുകയും ഈശ്വര സാന്നിധ്യം തന്റെ ഉള്ളിൽ തന്നെ അനുഭവിച്ചറിയുകയും നിത്യജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും ദിവ്യ ലീലകൾ ആസ്വദിക്കുന്നതിനായി സമർപ്പിക്കുകയും ഈശ്വര പ്രേമത്തിനല്ലാതെ തന്നെ കൊണ്ട് മറ്റൊന്നിനും പ്രയോജനമില്ല എന്ന് കരുതുകയും തന്റെ പ്രേമം ഈശ്വര പ്രേമവുമായി ഏകീഭവിപ്പിച്ച് ഈശ്വര പ്രേമത്തിന്റെ സ്വരൂപമായി തീരുകയും ചെയ്ത ഒരുവനായിരുന്നു ജയദേവൻ. അദ്ദേഹത്തിന്റെ കീർത്തനങ്ങളുടെ ആധ്യാത്മിക സത്ത ഗ്രഹിക്കാനാകാത്തതിനാൽ ആളുകൾ അവയെ തെറ്റിദ്ധരിക്കുകയും അദ്ദേഹത്തിന്റെ അഷ്ടപതിയുടെ അർത്ഥം തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഭക്തിഗാനാലാപനം ഭഗവാനിൽ പ്രേമം ചൊരിയലാണ്. സങ്കീർത്തനത്തിന്റെ കാതൽ എന്താണ്? അതിന്റെ യഥാർത്ഥ ലക്ഷ്യം ഈശ്വര പ്രേമം നേടിയെടുക്കുക എന്നതാണ്. ഒരുവന്റെ നാദം, രാഗം, ശ്രുതി, ഭാവം, താളം എന്നിവ ഗാനത്തിന്റെ സ്പന്ദനവുമായി സമന്വയിപ്പിച്ച് ഭക്തൻ ആലാപനത്തിൽ സ്വയം ഒഴുകണം. ഭക്തിഭാവവും പ്രേമവും ഏകീഭവിച്ച് ഗാനത്തിലെ പവിത്ര പദങ്ങൾ ഈശ്വരനിലേക്കുള്ള പ്രേമത്തിന്റെ ഒഴുക്കായി മാറണം. ഗാനങ്ങൾ ആലപിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക. നഗരസങ്കീർത്തനത്തിലും ഭജനയിലും പാട്ടുകൾ പാടുമ്പോൾ വാക്കുകളുടെ അർത്ഥം, ഗാനരചയിതാവിന്റെ വൈകാരിക ഭാവം, ഗാനത്തിന്റെ സ്വരമാധുര്യം എന്നിവയെല്ലാം പ്രകടമാക്കേണ്ടതാണ്. പദങ്ങളുടെ അർത്ഥം അറിയാത്തവർ അവ അറിവുള്ളവരിൽ മനസ്സിലാക്കുകയും വേണം. ദിവ്യ പ്രേമ സ്വരൂപരെ സമൂഹ ഭജന പവിത്രമായ ഒരു ദിവ്യ സാധനയായി കരുതുക. നിങ്ങൾക്ക് സംഗീതത്തിൽ അഭിരുചി ഇല്ലെങ്കിലും വിഭുവിന്റെ നാമം പ്രേമപൂർവ്വം ഭാവത്തോടെ ഉച്ചരിക്കുവിൻ. വിഭുവിൻ നാമം ഉരുവിടുന്നതിനേക്കാൾ മഹത്തായ മറ്റൊരു മാർഗത്തെയും കലിയുഗത്തിൽ മോക്ഷപ്രാപ്തിക്കായി അവലംബിക്കേണ്ടതില്ല. കൃതയുഗത്തിൽ ധ്യാനവും, ത്രേതായുഗത്തിൽ യജ്ഞവും, ദ്വാപരയുഗത്തിൽ അർച്ചനയും, കലിയുഗത്തിൽ നാമസങ്കീർത്തനവുമാണ് ഈശ്വര സാക്ഷാത്കാരത്തിനായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമ്പ്രദായങ്ങൾ. നാമം സ്മരിക്കുക എന്നത് ഒറ്റമൂലി. നാമം സംഗീതാത്മകമാക്കി ഉരുവിടുമ്പോൾ അത് ഹൃദയത്തെ ആനന്ദഭരിതമാക്കും. പണ്ഡിതന്മാർ പലരും നാമങ്ങൾ ശ്ലോകരൂപത്തിൽ ഉരുവിടുന്നു. പക്ഷേ വരികളിൽ അടങ്ങിയിരിക്കുന്ന തീവ്രമായ ഔത്സുക്യം അവർക്ക് അനുഭവവേദ്യമാകുന്നില്ല. ചില നടന്മാർക്ക് നാമങ്ങൾ ഉച്ചത്തിൽ വ്യക്തമായി സ്പഷ്ടമായി ഉച്ചരിക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ അവ ഭാവസാന്ദ്രമല്ല. നാമങ്ങൾ സംഗീതാത്മകമായി ആലപിച്ചാൽ അത് പാടുന്നവരുടെയും ശ്രോതാക്കളുടെയും ഹൃദയം കവരും. ഗാനത്തിലെ പദങ്ങൾ ഗദ്യരൂപത്തിൽ വിരസമായ രീതിയിൽ ആവിഷ്കരിക്കാവുന്നതാണ്. അത് ശ്രോതാക്കളിൽ അപ്രിയം ഉളവാക്കും. അവ സ്വരമാധുര്യത്തോടെ ഇപ്രകാരം ആലപിച്ചാൽ: രാമ നന്നു കാപ്പാടു, രാമ എന്നെ രക്ഷിക്കൂ. അവ ഹൃദയതന്ത്രികളെ പിടിച്ചു മുറുക്കുന്നു. സംഗീതത്തിൽ പ്രാവീണ്യമുള്ളവരാണെങ്കിലും അല്ലെങ്കിലും ഗാനം ശ്രദ്ധയോടെ ശ്രവിക്കേണ്ടതും അവ ആവർത്തിക്കാൻ ശ്രമിക്കേണ്ടതുമാണ്. ഭജനയിൽ പങ്കെടുക്കുന്ന ചില ആളുകൾ ചുണ്ടുകൾ പോലും അനക്കാറില്ല. അവർ ആന്തരികമായി മനസ്സിൽ സ്വയം ആലപിക്കുകയാണെന്നും പറയുമായിരിക്കും. ഇത് ശരിയല്ല. നിങ്ങൾക്ക് ഭക്തിഭാവമുണ്ടെങ്കിൽ അത് ഭജനയിൽ പങ്കുചേർന്നുകൊണ്ട് നാവിലൂടെ പ്രകടമാക്കേണ്ടതാണ്. അപ്പോൾ മാത്രമേ അതിനെ സങ്കീർത്തനം എന്ന് പറയാനാകൂ. ശബ്ദം എത്രയും ദൂരത്തേക്ക് എത്തിക്കാനാകും അത്രയും ദൂരത്ത് കേൾക്കാൻ പാകത്തിന് തുറന്ന ശബ്ദത്തോടെ ഉച്ചത്തിൽ നിങ്ങൾ ഭഗവത് നാമങ്ങൾ ആലപിക്കണം. അപ്പോൾ മാത്രമേ ഈശ്വരൻ പൂർണ്ണമായും പ്രതികരിക്കുകയും അനുഗ്രഹം ചൊരിയുകയും ചെയ്യുകയുള്ളൂ. മുങ്ങുന്ന മനുഷ്യൻ നേരിയ ശബ്ദത്തിൽ കരഞ്ഞാൽ ആരും അയാളെ രക്ഷിക്കാൻ എത്തുകയില്ല. ഉച്ചത്തിൽ നിലവിളിച്ചാൽ മാത്രമേ ആളുകൾ അങ്ങ് കേൾക്കുകയും രക്ഷിക്കാനായി ഓടിയെത്തുകയും ചെയ്യുള്ളൂ. സങ്കീർത്തനം എന്നാൽ ത്യാഗത്തോടെയും ഉത്സാഹത്തോടെയും പാടുക എന്നാണ് അർത്ഥം. ഓരോ അവയവവും ഇന്ദ്രിയങ്ങളും മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്നത് പാവനമായ കാര്യങ്ങൾക്കായി അവയെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയാണ്. നാവ് ഈശ്വരനാമം ഉരുവിടാൻ, കൈകൾ ആരാധന നടത്തുവാൻ, കാലുകൾ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ എന്നിങ്ങനെ ഈ അവയവങ്ങൾ നിസ്സാരവും അധാർമികവുമായ ഉദ്ദേശങ്ങൾക്കായി ഉപയോഗിക്കരുത്. മനുഷ്യൻ എല്ലാ ഇന്ദ്രിയങ്ങളെയും പാവനമാക്കുകയും വേണം. ദിവ്യ പ്രേമ സ്വരൂപരെ, ഈശ്വരനാമത്തിന്റെ മാധുര്യം പവിത്രതയും വിശദീകരിക്കുകയും അസാധ്യവുമാണ്. ഈശ്വരനാമം ഉരുവിടുന്നതിന്റെ തീവ്രതയ്ക്ക് അനുസൃതമായ ഫലവും സന്തോഷവും നിങ്ങൾക്കുണ്ടാകും. ഒരുമയോടെ നാമങ്ങൾ ജപിക്കുന്നതിനായി പരിശ്രമിക്കണം. ഇന്ന് പഞ്ചഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി എല്ലാം മലിനമായിരിക്കുകയാണ്. ശുദ്ധമായ വായുവും വെള്ളവും ഇന്ന് ലഭ്യമല്ല. നിങ്ങൾ കേൾക്കുന്ന ശബ്ദവും മലിനമായിരിക്കുന്നു. ഭൂമിയും അപ്രകാരം തന്നെ കലിയുഗ കൽമഷ യുഗമായി തീർന്നിരിക്കുന്നു. ഇതെല്ലാം ശുദ്ധമാക്കാനുള്ള ഏക പോംവഴി ഈശ്വരനാമ ജപമാണ്. ഒരുവൻ കഴിക്കുന്ന ആഹാരവും അവന്റെ മാനസിക നിലയും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് റഷ്യയിലും മറ്റു രാജ്യങ്ങളിലും നടന്ന പരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നു. ഉദാഹരണമായി, ഗർഭത്തിൽ വളർന്നു വരുന്ന ശിശുവിന് ആപ്പിൾ ജ്യൂസ് നിരന്തരം നൽകി വന്നാൽ ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞ് ആപ്പിളിനോട് പ്രതിപത്തി കാണിക്കുന്നു. തിരുനാമജപത്തിന്റെ പവിത്ര ശബ്ദ തരംഗങ്ങൾ അന്തരീക്ഷത്തിൽ ലയിച്ചു ചേരുന്നതിനാൽ
അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ നാമജപം സഹായകരമാണ്. അശുദ്ധമായ ശബ്ദതരംഗങ്ങളാൽ മലിനമാക്കപ്പെട്ടിരിക്കുന്ന അന്തരീക്ഷം തിരുനാമ ജപത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. അതുപോലെ പാവന ചിന്തകൾ, പവിത്ര ഭാഷണം, ശുദ്ധമായ കർമ്മങ്ങൾ എന്നിവ മറ്റു മലിനീകൃത ഘടകങ്ങളെയും ശുദ്ധമാക്കും. ഇതിനേക്കാൾ നല്ല ഒരു ശുദ്ധീകരണ പ്രക്രിയയില്ല. ഗംഗാജലം ശുദ്ധീകരിക്കാൻ കോടികൾ ചെലവിടുന്നു. നദിയിൽ മലിനജലം ഒഴുക്കി വിട്ടുകൊണ്ട് ഗംഗയെ മലിനപ്പെടുത്തുന്ന പ്രക്രിയ തുടർന്നുകൊണ്ടിരുന്നാൽ ഈ ഉദ്യമം കൊണ്ട് എന്ത് പ്രയോജനം? ഗംഗയിലേക്ക് മലിനജലം ഒഴുക്കി വിടുന്നതിനെ ആദ്യം തടയുക. ഇതുപോലെ തന്നെ മനസ്സിൽ ഉദയം ചെയ്യുന്ന ദുഷ്ചിന്തകൾ തിരിച്ചുവിടുകയും ഈശ്വരനാമ ജപത്താൽ മനസ്സിനെ ഈശ്വര ചിന്തകൾ കൊണ്ട് പൂരിതമാക്കുകയും വേണം. ഭജനയിൽ പങ്കുചേർന്നിരിക്കുന്ന സർവരും ഭഗവത് നാമം ആലപിക്കുകയും അതുവഴി അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ യത്നിക്കുകയും രാഷ്ട്രത്തിന്റെ ക്ഷേമം പരിപോഷിപ്പിക്കുകയും വേണം. ജയ് സായിരാം. സായിരാം. നീ അനുഭവം പങ്കുവച്ചോളൂ സുധേ. സായിരാം. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ സ്വാമിയുടെ ഭക്തരായിട്ട് 23 വർഷമേ ആയിട്ടുള്ളൂ. സ്വാമി ഒരു 3-4 പ്രാവശ്യം കാണാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വാമിയുടെ സമാധിക്ക് മുന്നേ ഉള്ള ദീപാവലിക്ക് ഒക്ടോബറിലോ നവംബറിലോ ആണ് ഞാൻ അവസാനമായിട്ട് പുട്ടപർത്തിയിൽ പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുട്ടപർത്തിയിൽ പോയത് കഴിഞ്ഞ വിഷുവിനാണ്. അതുവരെ എനിക്ക് പോകാൻ പറ്റാത്തത്, എനിക്ക് എൻ്റെ മദറിലോ എൻ്റെ വീട്ടിലെ വയസ്സായ ഒരു അമ്മയാണ് ഉള്ളത് കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ എൻ്റെ മോള് എൻ്റെ ഹസ്ബൻഡും ഒക്കെ സർവീസൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ട്, അല്ലാതെ പോയിട്ടുണ്ട്. എനിക്ക് പക്ഷെ പോകാനുള്ള സാഹചര്യം കിട്ടില്ല. അങ്ങനെ ഞാൻ വേദം പഠിക്കാൻ തുടങ്ങി. വേദം പഠിക്കാൻ തുടങ്ങിയത് സമിതിയിൽ നിന്നൊക്കെ കുറച്ചൊക്കെ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പുണ്ട്, ഒരു സ്നേഹാമൃതധാര എന്നൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ ചേർന്ന് അതിലൊരു ടീച്ചർ വേദം പഠിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് പണ്ടേ വേദം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ സംഘടനയിൽ വന്നതിന് ശേഷം ഞാൻ വേദം കേട്ടതിന് ശേഷം എനിക്ക് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, പ്രത്യേകിച്ചും ശ്രീരുദ്രം പഠിക്കാൻ. അങ്ങനെ എനിക്കൊരു അവസരം ഭഗവാനായിട്ട് ആ ഗ്രൂപ്പിലൂടെ എനിക്ക് ആ ടീച്ചർ വഴി എനിക്ക് പഠിക്കാൻ പറ്റി. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം പുട്ടപർത്തിയിൽ നമ്മുടെ സംഘടനയുടെ രുദ്രമയം ഗ്രൂപ്പിൽ ഞാനുണ്ട്, വേദം പഠിക്കുന്ന ഗ്രൂപ്പിൽ ഞാനുണ്ട്. അങ്ങനെ കഴിഞ്ഞ വർഷം വിഷുവിന് വേദം ചൊല്ലാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവസരം സ്വാമി തന്നു. അപ്പൊ ആ കുട്ടി എന്നെ വിളിച്ചു, ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് എന്നെ വിളിച്ച് ചോദിച്ചു, ആന്റി വിഷുവിന് പുട്ടപർത്തിയിൽ വരണുണ്ടോ എന്ന് ചോദിച്ചു. ആദ്യം ഞാൻ പറഞ്ഞു ഇല്ല എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്റെ സാഹചര്യം അങ്ങനെയാണ്, എനിക്ക് പെട്ടെന്ന് അമ്മ എവിടെയെങ്കിലും ആക്കിയാലേ പോകാൻ പറ്റൂ. ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്തിനങ്ങനെ ചോദിച്ചത്, ഇതുവരെ ചോദിക്കാത്ത ചോദ്യം. അപ്പൊ ഞാൻ വീണ്ടും ചോദിച്ച്, അപ്പൊ വരണില്ല ആന്റി. ഞാൻ പറഞ്ഞ് എന്തിനാണ് മോളെ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് അത് ആന്റി അവിടെ വേദം പറയാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് 2-3 പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിൽ ആന്റി ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കങ്ങ് ഭയങ്കര അതിശയമായിപ്പോയി. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ചിട്ട് ഉടനെ പറയാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫോൺ എടുത്ത് ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞ് നീ ഓക്കെ പറ, നമുക്ക് എങ്ങനെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുട്ടിയെ ഉടനെ വിളിച്ചു പറഞ്ഞു ശരി ഓക്കെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഏതൊക്കെയാണോ സൂക്തങ്ങളാണ് ഞങ്ങൾ ലേഡീസിന് കിട്ടിയത്, ജെൻസിന് ശ്രീരുദ്രമാണ് കിട്ടിയത്. അങ്ങനെ ഏതൊക്കെ സൂക്തങ്ങളാണെന്ന് സെലക്ട് ചെയ്ത് ഒരു 7 സൂക്തങ്ങൾ പഠിക്കണം. കുറെ സൂക്തങ്ങൾ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലാത്തത് നമുക്ക് ആ കുട്ടി തന്നെയാണ് പ്രാക്ടീസ് ചെയ്തത്. രുദ്രമയത്തിലെ ഗുരു തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചതെന്ന്. ഞങ്ങളിങ്ങനെ രാത്രിയും പകലും ഇല്ലാതെ ഞങ്ങളൊരു 3-4 പേരിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. മിക്കവാറും രാത്രി ഒരു 11:30-12 മണി വരെയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാണ്. വേദം നന്നായിട്ട് അറിയാവുന്നവർക്ക് അറിയാം, ഒരുപാട് നമ്മൾ മെനക്കെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചാലേ അത്രത്തോളം നല്ല പെർഫെക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഞങ്ങൾ അങ്ങനെ പഠിച്ച് ഇങ്ങനെ കുറെ ദിവസമായപ്പോഴേ 1 മാസത്തിന്റെ ഗ്യാപ്പിലാണ് നമുക്കിത് കിട്ടിയത്. അങ്ങനെ ഇരുന്നപ്പോ എൻ്റെ 2 കാലിലും ഭയങ്കര നീരായി. ഇങ്ങനെ കാല് തൂക്കിയിട്ടിരിക്കണോണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ പോയി കുറെ മരുന്നൊക്കെ കഴിച്ച്, ആർത്രൈറ്റിസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ അതിന് കുറെ മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന് നമ്മൾ നന്നായിട്ട് പഠിച്ചു. നല്ല കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു, നന്നായിട്ട് പറയാൻ പറ്റും. അങ്ങനെ ഇരുന്ന് ഞങ്ങൾ പുട്ടപർത്തി പോണതിന്റെ ഒരു 11-ാം തീയതിയാണ് ഞങ്ങൾക്ക് 11:30-ാണ് ഞങ്ങൾക്ക് ട്രെയിന്. അപ്പൊ ഞാൻ ഹസ്ബൻഡ് മാത്രമേ പോകണുള്ളൂ ഇവിടെ നിന്ന്, എൻ്റെ വീട്ടിൽ നിന്ന്. അങ്ങനെ നമ്മൾ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് അത് ആ ഡേറ്റിന്റെ തലേ ദിവസം 10-ാം തീയതി രാവിലെ രാവിലെ 5:15 ആകുമ്പോൾ ഞാൻ വിളക്ക് കൊളുത്തും. രാവിലെ ഓങ്കാരം സുപ്രഭാതം നമ്മളെ ഗീതാ മൂന്തൻ ചേച്ചിയുടെ ഗ്രൂപ്പിൽ അവർ തുടങ്ങിയ സമയം മുതൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ രാവിലെ അന്ന് എനിക്കായിരുന്നു സുപ്രഭാതം പറയാനുള്ള ദിവസമായിരുന്നു, എൻ്റെ ഊഴമായിരുന്നു. അന്ന് ഞാൻ രാവിലെ 5:15 വിളക്ക് കൊളുത്തി രാവിലെ 5:30 സുപ്രഭാതം ചൊല്ലി. അപ്പൊ സുപ്രഭാതം അപ്പം വിളക്കൊക്കെ രാവിലെ എണീറ്റപ്പോഴേ എനിക്ക് ചെറിയൊരു വയറുവേദന ഉണ്ടായിരുന്നു. ഇത് വയറിന്റെ താഴെ നല്ലൊരു വേദന ഉണ്ടായിരുന്നു. കാര്യമൊക്കെ ഇല്ല. ഞാൻ
സുപ്രഭാതമൊക്കെ ചൊല്ലിയിട്ട്. പക്ഷെ കുറെ സമയം കഴിയുന്തോറും എനിക്കിങ്ങനെ വയറുവേദന, ഭയങ്കരമായിട്ട് കലശമായിട്ട് വന്നു. ഞാൻ എന്നിട്ട് താഴെ പൂജാമുറി, ഞങ്ങളെ രണ്ടാമത്തെ നിലയിലാണ് ഞങ്ങളെ പൂജാമുറി. താഴെ വന്ന് ഞാൻ ബാത്റൂമിലൊക്കെ പോയി, ഇപ്പൊ ഗ്യാസ് ആണെന്ന് വിചാരിച്ച് ബാത്റൂമിൽ പോയിട്ട് വീണ്ടും പൂജാമുറി കയറി. പക്ഷെ എനിക്ക് ഇരിക്കാൻ പറ്റണില്ല. ഞാൻ താഴെ ഇറങ്ങി വന്ന് പിന്നെ ഞാൻ വീണ്ടും ബാത്റൂമിൽ പോയപ്പോൾ ഞാൻ കുറെ ഛർദിച്ചു തുടങ്ങിയെന്ന് വേണം പറയാൻ. പിന്നെ എനിക്ക് ഇങ്ങനെ നൂന്ന് നിൽക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ ഇങ്ങനെ വളഞ്ഞിങ്ങനെ കുത്തി ഒടിച്ച് വളഞ്ഞതുപോലെ കുറെ നേരം ഇരുന്നിട്ട് ഒരു രക്ഷയില്ല. എനിക്ക് വെള്ളം കുടിക്കാൻ ഞാൻ ഛർദ്ദിക്കുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വന്ന് കുറെ ചൂടുവെള്ളത്തിൽ കുറെ വിഭൂതിയൊക്കെ കലക്കി. അപ്പൊ നമ്മളിപ്പോ എന്ത് അസുഖം വന്നാലും നമ്മളെ മരുന്ന് അതാണല്ലോ, വിഭൂതിയൊക്കെ വയറ്റിലൊക്കെ ഇട്ട്. എന്നിട്ട് ഒരു രക്ഷയില്ലാതെ ഭയങ്കര ഛർദിലായി. ഒരു 6 മണിയായപ്പോ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മോനും അച്ഛനും കൂടെ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അവിടെ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തു. അവിടെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു. എനിക്ക് ഛർദിൽ മാറിയിട്ടില്ല, വയറുവേദനയും മാറിയിട്ടില്ല. നല്ല വയറുവേദന വെച്ചാൽ ഞാൻ ഇങ്ങനെ വിളിക്കുകയാണ്, കൊച്ചു പിള്ളേർ വിളിക്കും പോലെ ഇടന്ന് വിളിക്കുകയാണ്. സഹിക്കാൻ പറ്റാത്ത വയറുവേദന, അടി വയറ് ഇങ്ങനെ വേദന എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 2 ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരു ആശ്വാസമായി. ഒരു 7 മണി വരെ കിടന്നിട്ട് അവർ പറഞ്ഞു സ്കാൻ ചെയ്യണം, എന്താണെന്ന് കല്ലിന്റെ പ്രശ്നം, സ്റ്റോണിന്റെ പ്രശ്നമാണെന്നാണ് തോന്നണേ എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിൽ വന്ന് രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കണം അത്ര ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ സ്കാൻ ചെയ്യാൻ പോയി. പക്ഷെ സ്കാൻ ചെയ്യണമെങ്കിൽ നിറയെ വെള്ളം കുടിക്കണ്ടേ, ബ്ലാഡർ നിറഞ്ഞാലല്ലേ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു 2 മണിയായപ്പോഴാണ് എനിക്ക് എങ്ങനെയെങ്കിലും സ്കാൻ ചെയ്യാൻ പറ്റിയത്. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് കിട്ടി. അപ്പം ഡോക്ടർ പിന്നെ രാത്രി 7:30 ഡോക്ടറുള്ളൂ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങി. പക്ഷെ എനിക്ക് വെള്ളം കുടിക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കും, എന്ത് കഴിച്ചാലും ഞാൻ ഛർദ്ദിക്കണം. പിറ്റേന്ന് എനിക്ക് പുട്ടവർത്തിയിലും പോകണം. എനിക്ക് ആകെ വിഷമായി. സായി ഗായത്രി പറഞ്ഞു കിടന്ന് ഉറക്കം വരണില്ല വേദന കാരണം. അത് കഴിഞ്ഞിട്ട് രാവിലെ എന്നിട്ട് അന്ന് 7 മണിയായപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് നാളെ, അപ്പം ഡോക്ടർ ചേട്ടൻ്റെ ഒരു നല്ല ഫ്രണ്ടാണ്. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞ് യാത്ര മാറ്റി വെക്കണതാണ് നല്ലത്. അപ്പൊ എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അമ്മ ചേച്ചി നാളെ പോകണ്ട കേട്ടാ, പോകാൻ പറ്റൂല ചേച്ചിക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പോവും, എനിക്ക് പോയേ പറ്റൂ, ഞാൻ പോവും എന്ന് പറഞ്ഞു. ഇപ്പം ചേച്ചി ചേട്ടാ എന്ത് ചെയ്യണം ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് എനിക്ക് അറിഞ്ഞുകൂടാ, സ്വാമി എന്താണോ നിശ്ചയിക്കുന്നത്. അവർ സായി ഭക്തരല്ലെങ്കിലും നമ്മൾ പറഞ്ഞ് സ്വാമിയുടെ ഇഷ്ടമുണ്ട്, അവൻ എന്തായാലും നമുക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് അങ്ങനെയെങ്കിൽ നമ്മളൊരു ട്രിപ്പ് ഇടാം, ചേച്ചി ഭയങ്കര ബോഡി വീക്കായി, ഇപ്പൊ ട്രിപ്പ് ഇടാന്ന് പറഞ്ഞ് അങ്ങനെ ട്രിപ്പ് ഇട്ട് രാത്രി 1:30 മണി വരെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. 1:30 വീട്ടിൽ വന്ന് കുറച്ച് കഞ്ഞി വെള്ളവും കൂടെ നന്നായിട്ട് വേവിച്ചത് ഒഴിച്ച് കുടിച്ച് അന്ന് രാത്രി ഞാൻ ഛർദ്ദിച്ചില്ല. പിന്നെ കിടന്നുറങ്ങി. രാവിലെ എണീറ്റ് കൊണ്ടുപോകാനുള്ള ആഹാരമൊക്കെ അച്ഛനും മോനും കൂടെ തന്നെ ഉണ്ടാക്കിയത്. ഞാൻ എന്നിട്ട് രാവിലെ ഒരു 9 മണിയായപ്പം ചായ കുടിച്ച ചായ അത്രയും ഛർദ്ദിച്ചു. പിന്നെ എനിക്കൊന്നും കഴിക്കാനും പറ്റണില്ല. അപ്പൊ അവര് വേറൊരു ടെസ്റ്റിനാണ് ഡോക്ടർ വിളിച്ച് പറഞ്ഞ്, നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് ഒരു 7-8 കിലോമീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷൻ. അവിടെ പോയി അതിന്റെ അടുത്തൊരു ക്ലിനിക്ക് ഉണ്ട്, അവിടെ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തോ ഒരു ബ്ലഡ് ടെസ്റ്റും കൂടെ. ഈ ബ്ലഡ് ടെസ്റ്റും കൂടെ നടത്തിയിട്ട് അതിനും കൂടെ മരുന്നും കൂടെ വാങ്ങിച്ച് ട്രെയിൻ വന്നു. ട്രെയിനിനകത്ത് കയറി. ട്രെയിനിനകത്തിരുന്ന് ഒരു പ്രാവശ്യം ഞാൻ ട്രെയിനിൽ ഛർദ്ദിച്ചു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഭാഗ്യത്തിന് ഞങ്ങളെ സീറ്റിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, അപ്പുറം ഇപ്പുറം ആരും കയറിയിട്ടില്ല. ഞങ്ങളതില് ഞാനിങ്ങനെ വളഞ്ഞിങ്ങനെ ചുരുണ്ടുകൂടി ആ ഒരു സീറ്റിൽ ഇങ്ങനെ കിടക്കുകയാണ്. എനിക്ക് കഴിക്കാനും പറ്റില്ല, നല്ല വയറുവേദനയുണ്ട്. ഞാൻ സായി ഗായത്രി പറഞ്ഞു, പക്ഷെ എനിക്ക് എന്തോ മനസ്സിൽ പേടിയോ വെപ്രാളോ എന്ത് വന്നാലും അത് ഭഗവാന്റെ നിശ്ചയമെന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുകയാണ്. പരസ്പരം സംസാരിക്കണ പോലും ഇല്ല. മൊബൈലിൽ ഇങ്ങനെ ഭജന വെച്ച് കേട്ടോണ്ട് ഇങ്ങനെ അങ്ങനെ കിടന്ന് അന്ന് ആഹാരം ഒന്നും ഞാൻ കഴിച്ചില്ല. എനിക്ക് കഴിക്കാൻ തോന്നില്ല, കാണുമ്പം തന്നെ എനിക്കിങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി ആണ്, അതുകൊണ്ട് ഒന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ഞങ്ങൾ രാവിലെ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിലാണ് ഞങ്ങൾ പുട്ടപർത്തിയിൽ പോയത്. പുട്ടപർത്തിയിൽ ഇടയ്ക്ക് ബാംഗ്ലൂർ ബസ്സിൽ ഒന്ന് ആഹാരം കഴിക്കാൻ ഒരു ഹോട്ടലിൽ നിർത്തി. പക്ഷെ അവിടെ നിന്ന് ഞാൻ ഒന്നും കഴിച്ചില്ല. ഞങ്ങൾ ഏത്തമ്പഴം കൊണ്ടുപോയിരുന്നു. അതുപോലെ ഞങ്ങൾ കുറച്ച് പച്ച നെല്ലിക്ക ഉപ്പിലിട്ട് അതിന്റെ വെള്ളം ഒരു കുപ്പിയിൽ കുറച്ച് നെല്ലിക്കയും വെള്ളവും കൂടി ഇടും. ആ വെള്ളം ഞാൻ ചൂട് വെള്ളത്തിൽ ഒഴിച്ച് ആ വെള്ളം മാത്രം എനിക്ക് കുടിക്കാൻ പറ്റുന്നത്, വേറെ ഒന്നും കഴിക്കാനും കുടിക്കാനും പറ്റുന്നില്ല. അപ്പൊ ആ വെള്ളവും കഴിച്ച് ഞാൻ ചെറിയ ഏത്തമ്പഴവും കഴിച്ചു. ഏത്തമ്പഴം നേന്ത്രപ്പഴം എന്ന് പറയും, നമ്മളെ നാട്ടിലാണ് ഏത്തമ്പഴം എന്ന് പറയുന്നത്. ആ പഴവും കഴിച്ച് ഞാൻ പുട്ടപർത്തി ചെന്നപ്പം ഞാനിങ്ങനെ ബാഗും തൂക്കിക്കൊണ്ട് പോകണം. ഞാൻ നടക്കണതേ എനിക്കറിയാം, ഞാൻ വളഞ്ഞാണ് നടക്കുന്നത്, എനിക്ക് നിവർന്ന് നടക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ നടന്നു പോയപ്പോ അവിടെ ഒരു കാറ്, ഒരു ട്രോളി ബസ് പോലെ ഒന്നുണ്ടല്ലോ. അപ്പൊ ഭാഗ്യത്തിന് നമ്മൾ ആ ഗേറ്റ് അകത്ത് കയറി പരിശോധന കഴിഞ്ഞ് അകത്ത് കയറിയപ്പോ ആ ബസ് വരണം. അപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആ വണ്ടിയിൽ കയറിയിരുന്ന് രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾക്ക് റൂം കിട്ടി. റൂമിൽ വന്ന് അന്ന് വന്നിട്ട് കുളിച്ചിട്ട് കഴിക്കാൻ പോയി.
എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റണില്ല. ആഹാരം കഴിക്കാൻ കാണുമ്പോഴേ എനിക്ക് ഇങ്ങനെ വോമിറ്റിംഗ് ടെൻഡൻസി ആയിരുന്നു. കഴിച്ചില്ല. കുറെ വെള്ളം മാത്രം ഇങ്ങനെ കുടിക്കും. അതും ഈ വെള്ളം ഉപ്പ്, ഈ നെല്ലിക്കര വെള്ളം ഒഴിച്ച വെള്ളം മാത്രം ഞാൻ കുടിക്കുന്നത്. അപ്പം എന്റെ കൂടെ വേദം പറയാൻ വന്നത് ഒരു തിരുവനന്തപുരത്ത് ഒരു സമിതിയിലുള്ള ഒരു ചേച്ചിയാണ്, എന്റെ ചേച്ചിയാണ്. അപ്പം ആ ചേച്ചിയാണ് എന്നെ കൊണ്ടുപോയത്. ഞങ്ങൾ രണ്ടുപേരും, ആ ചേട്ടനും എന്റെ ഹസ്ബൻഡും കൂടെയാണ് പോയത്. അപ്പൊ ചേച്ചി എനിക്ക് തൈരും ചോറും മാത്രം വാങ്ങി തന്നു. അപ്പൊ ഞങ്ങൾക്ക് തൈര് കഴിച്ചാൽ തൊണ്ട നമുക്ക് വേദം പറയാനുള്ള, അതിൽ ഒരു കുഴപ്പമില്ല, സ്വാമിയുടെ പ്രസാദമല്ലേ, നീ അത് കഴിക്കാൻ പറ്റുന്നെങ്കിൽ കഴിക്കാന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് ചോറ് കഴിച്ചു. പക്ഷെ പുട്ടപർത്തി പോയതിനു ശേഷം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, ആഹാരം കഴിക്കാൻ പറ്റണില്ലെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ദിവസവും രാവിലെയും വൈകുന്നേരവും പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഈ 2 ദിവസവും 12ഉം 13ഉം. 14-ാം തീയതി രാവിലെയാണ് നമ്മുടെ വേദം. അപ്പം പ്രാക്ടീസിനൊക്കെ പോകും. പക്ഷെ എനിക്ക് നേരെ ആഹാരവും കഴിക്കാൻ പറ്റില്ല, എന്റെ വയറുവേദനയും മാറുന്നില്ല. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വരും. ദർശനം രാവിലെയും വൈകുന്നേരം, നഗരസങ്കീർത്തനത്തിനും രാവിലെ പോയി. ഈ ദിവസം ഫുള്ള് ഞങ്ങൾ രാവിലെ നഗരസങ്കീർത്തനം പോയി. നമ്മളെ പ്രാക്ടീസ്, നമ്മളെ രാവിലത്തെ സ്വാമിയുടെ ദർശനം, വൈകുന്നേരത്തെ ദർശനം, ഇതെല്ലാം അങ്ങനെ വഴി പോലെ എല്ലാം ചെയ്തു. കഴിഞ്ഞ് റൂമിൽ വരും, ഡ്രസ്സ് മാറും, ബാത്റൂമിൽ പോറും, കയറി കിടക്കും. അത്രയ്ക്ക് എനിക്ക് വയ്യ. വേദന സഹിക്കാൻ പറ്റാത്ത വേദന. കരയും, ചിലപ്പം കരഞ്ഞു പോവും. അങ്ങനെ വിഷുവിന്റെ തലേദിവസം വൈകുന്നേരവും ഞങ്ങളെ VIP ഗേറ്റ് വഴി അതിനകത്ത് അവിടെ ആ ഫ്രണ്ടില് ആ സൈഡിൽ ഞങ്ങളെ ഇരുത്തി. അപ്പൊ അതൊക്കെ ഭയങ്കര ഭാഗ്യമായിട്ട് സ്വാമിയുടെ സമാധി കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് പോകണമെന്ന്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സ്വാമിയുടെ സമാധിയുടെ അടുത്ത് പോയി എനിക്ക് ഇരിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷവും അഭിമാനവും ഒക്കെ എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അന്ന് വിഷുവിന്റെ തലേദിവസം ഇത് കഴിഞ്ഞിട്ട് വന്നപ്പോ ഞാൻ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സങ്കടപ്പെട്ട് വരണം. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ പറഞ്ഞ്, നാളെ നമുക്ക് വേദം കഴിഞ്ഞിട്ട് ഇവിടെ ജില്ലാ ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് ഇങ്ങനെ വേദന സഹിച്ച് തിരിച്ചിനി ട്രെയിനിൽ ഇരിക്കാൻ പറ്റൂല, അത്രയ്ക്ക് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ പറഞ്ഞ് നമുക്ക് വേദം കഴിഞ്ഞിട്ട് പോവാം എന്ന് പറഞ്ഞ്. അപ്പൊ തിരിച്ചിങ്ങനെ വന്നപ്പോ ഗായത്രി ടെമ്പിളിന്റെ അവിടെ വന്നിട്ട് എന്റെ പറഞ്ഞ്, നമ്മളെ അമ്മയല്ലേ, അമ്മയുടെ പ്രാർത്ഥിക്കും, ഇങ്ങനെ എത്ര ദിവസം കൊണ്ട് ഇങ്ങനെ വേദന നമ്മൾ അനുഭവിക്കണം, അമ്മയുടെ കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോ അവിടെ ചെന്നിരുന്ന്, അമ്മ സ്ത്രീയല്ലേ, അമ്മയ്ക്ക് അറിയാമല്ലോ, പെണ്ണ് സ്ത്രീകളുടെ വേദന എല്ലാം അറിയാലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ മുട്ടുകുത്തിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് റൂമിൽ വന്ന് ഞാൻ എപ്പോഴും റൂമിൽ വന്ന ഉടൻ ഡ്രസ്സ് മാറ്റിയിട്ട് ബാത്റൂമിൽ പോയിട്ട് കുറെ വെള്ളം എടുത്ത് കുടിച്ചോണ്ട് കിടക്കും. അതുപോലെ ഞാൻ ബാത്റൂമിൽ പോയപ്പം എനിക്ക് നല്ല വയറുവേദന. നമ്മൾ സ്ത്രീകൾക്ക് അറിയാം ഒരു പ്രസവ വേദന എങ്ങനെയായിരിക്കും, അതിന്റെ കലശലായ വേദന. അപ്പം ബാത്റൂമിൽ പോയപ്പം കുറെ എനിക്കങ്ങ് ബ്ലീഡിങ് പോലെ ആയി. ഞാൻ പേടിച്ച് അവിടെ നിന്ന് വിളിച്ചപ്പം പറഞ്ഞു, കുഴപ്പമില്ല, കല്ല് പോണതാണ്, പ്രശ്നമില്ല, നീ സങ്കടപ്പെടാതെ. ഇതെല്ലാം പോയി ഞാൻ എല്ലാം ക്ലീൻ ചെയ്ത് മേല് കഴുകി റൂമിനകത്ത് വന്ന് എന്റെ വേദന അങ്ങ് എല്ലാം പോയി. ഒരു അല്പം പോലെ എന്റെ വയറിൽ വേദനയില്ല. എന്റെ ബാക്കിയുള്ള രുചിയും മാറി. ഫുള്ള് നല്ല സുഖമായി എനിക്ക്. അതെന്ത് ഇത്ര പെട്ടെന്ന് അങ്ങ് സ്വാമി മാറ്റി തന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് വിഭൂതിയൊക്കെ എടുത്ത് വായിലോട്ട് ഭഗവാന്റെ കൂടെ ഒന്ന് കുറെ നന്ദിയും പറഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സ് മാറ്റി. ആ ചേച്ചിയുടെ പറഞ്ഞു, ചേച്ചി എന്റെ വയറുവേദന ഫുള്ള് പോയി, ഇങ്ങനെയാണ് സംഭവം. അപ്പൊ പറഞ്ഞു, സ്റ്റോണ് പോയതാണ്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഡോക്ടർ പറഞ്ഞു, ബ്ലാഡറിലെ സ്റ്റോണും വെള്ളം കുടിച്ച് മാറിയാലേ മാറുള്ളൂ, കിഡ്നിയുടെ സ്റ്റോൺ നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കളയണം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്റെ വയറുവേദന എല്ലാം പോയി. പിറ്റേന്ന് രാവിലെ നഗരസങ്കീർത്തനത്തിന് പോയി. വേദം നമ്മള് അവിടെ കുൽവന്ത് ഹാളിൽ കയറി നമ്മളെ ഫ്രണ്ടിലിരുന്നു. വേദമൊക്കെ നന്നായിട്ട് ജപിച്ചു. ഭയങ്കര സന്തോഷമായിരുന്നു. വേദം ജപിച്ചു. തിരിച്ചു വന്ന് കഴിച്ച് രാവിലത്തെ കാപ്പിയെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ എല്ലാം കാണാൻ പോയി. സ്വാമിയുടെ ബർത്ത് പ്ലേസും എല്ലായിടവും എന്ന് വെച്ചാൽ അന്നാണ് ഞാൻ നേരെ നവർന്ന് നടന്നത്. അതുവരെ എനിക്ക് നവർന്ന് നടക്കാൻ കഴിയില്ലായിരുന്നു. എല്ലായിടത്തും പോയി കണ്ട്, എല്ലായിടത്തും പോയി ഭഗവാനോട് നന്ദി പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അന്ന് നിറയെ ആഹാരം കഴിച്ചു. അതുവരെ ഞാൻ നേരെ ആഹാരം കഴിച്ചിട്ടില്ല. വെള്ളം അത്യാവശ്യത്തിന് എനിക്ക് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിറയെ ആഹാരമൊക്കെ കഴിച്ച് ഭയങ്കര സന്തോഷമായി. അന്ന് വൈകുന്നേരം ദർശനത്തിന് പോയി, പ്രസാദമൊക്കെ വാങ്ങി. പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിലും പോയില്ല, ഞങ്ങൾ നേരെ ഇങ്ങ് വീട്ടിൽ വന്നിട്ട് ഒരു പ്രാവശ്യവും കൂടെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്തപ്പം കിഡ്നിയിലെ സ്റ്റോണും ഇല്ല, ഒരു സ്റ്റോണും ഇല്ല. എല്ലാം എന്റെ ഭഗവാൻ എന്നെ പുട്ടവസ്ഥയിൽ വെച്ച് തന്നെ എനിക്ക് മാറ്റി തന്നു. അത്രയ്ക്കും എനിക്ക് അത് ഇപ്പോഴും വിചാരിക്കുമ്പോൾ എനിക്ക് അതിശയവും ഭഗവാനോടുള്ള കൂടുതൽ സ്നേഹവും എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ഞാൻ സ്വാമിയുടെ സമാധിക്ക് ശേഷം എനിക്ക് പുട്ടവൃത്തിയിൽ പോകും ഒരു സാഹചര്യവും കിട്ടിയിട്ടില്ല. അച്ഛനും മോളും ഒക്കെ പോകുമ്പോൾ ഞാൻ വിചാരിക്കും, എന്ന് സ്വാമിയെ കാണാൻ കൊണ്ടുപോണേ എന്ന്. ഞാൻ പൂജാമുറിയിൽ വൈകുന്നേരം നാമമൊക്കെ ജപിച്ചിട്ട് ഞാൻ ആരതി എടുക്കുമ്പം
ആ പുട്ടപർത്തിയിലെ സമാധി ഞാൻ ഓൺലൈൻ രാവിലെ ദിവസവും ഞാൻ ഓൺലൈൻ വെച്ച് കേൾക്കാറുണ്ട്. പുട്ടപർത്തിയില് അത് മനസ്സിൽ കണ്ടാണ് ഞാൻ ആരതി എടുക്കുന്നത് ദിവസവും. അപ്പൊ എങ്ങനെ സ്വാമി എന്നെ നേരിട്ട് അത് കാണിപ്പിച്ചു തന്നു. അതും വേദം ഫ്രണ്ടിൽ ഇരുന്ന് പറയാനുള്ള ഒരു മഹാഭാഗ്യം ഭഗവാൻ എനിക്ക് തന്നു. ആ ഒരു സന്തോഷം എനിക്ക് വന്നു. അതാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എനിക്ക് സ്വാമി തന്ന അനുഭവമാണ്. അതുപോലെ തന്നെ ഇപ്പോഴും സ്വാമിയുടെ രഥം വന്നപ്പോൾ ഒരുപാട് തടസ്സങ്ങൾ വന്ന്, ഒരുപാട് തടസ്സങ്ങൾ ഇങ്ങനെ മാറി മാറി തലേ ദിവസം വരെയും വന്ന് രോഗരൂപത്തിലും വേറെ പല രീതിയിലും തന്നപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചില്ല, ഭഗവാന്റെ നിശ്ചയം എന്താണോ അതുപോലെ നടക്കട്ടെ. അതിലും സ്വാമിയുടെ രഥത്തിന്റെ പുറകെ സ്വാമിയെ കണ്ട് കണ്ട് വേദം പറയാനുള്ള ഒരു ഭാഗ്യമാണ് എനിക്ക് തന്നത്. ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ സ്വാമി എന്താണോ നിശ്ചയിക്കുന്നത് അത് നമുക്ക് കിട്ടും. ഞാൻ അതിനു വേണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട്, ഒരു വെപ്രാളവും തോന്നി. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് അത് നമുക്ക് എന്തായാലും കിട്ടും. നമ്മൾ ചെയ്യാനുള്ള കർമ്മങ്ങളും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്ന് മാത്രമേ ഞാൻ വിശ്വസിച്ചിട്ടുള്ളൂ. അങ്ങനെ ഈ 4 ദിവസം സ്വാമിയുടെ രഥം നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ 4 ദിവസം ഉണ്ടായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെയും ഞങ്ങളെ ജില്ലയുടെ അവസാനത്തു നിന്നാണ് തമിഴ്നാട്ടിനെ കൈമാറിയത്. അവസാനം വരെയും ഞങ്ങൾ അതിന്റെ കൂടെ നടന്ന്, ഈ മഴയെന്ന് പറഞ്ഞാൽ ശക്തമായ മഴ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മഴയാണ്. ഈ മഴയത്ത് ഞങ്ങൾ കുട പിടിച്ച് ദേഹം മുഴുവൻ നനഞ്ഞ്, പക്ഷെ ഒന്നിനും ഒരു കുറവ് വരുത്താതെ ഫുൾ ടൈം നമ്മളെ വേദ ഗ്രൂപ്പ് എല്ലാവരും ഒരുപോലെ വേദം പറഞ്ഞ് ഭഗവാന്റെ കൂടെ ഇങ്ങനെ നടക്കാനുള്ള ഒരു മഹാഭാഗ്യം ഭഗവാൻ തന്ന്. എൻ്റെ ആഗ്രഹമാണത്, സ്വാമിയുടെ കൂടെ ഇങ്ങനെ വേദം പറയാതിനുള്ള മഹാഭാഗ്യം എനിക്ക് ഭഗവാൻ തന്നു. സായിരാം. എല്ലാത്തിനും എൻ്റെ ഭഗവാനോട് നന്ദിയും കടപ്പാടും എല്ലാം അറിയിക്കും. നല്ല അനുഭവം. താങ്ക് യു സോ മച്ച്. വളരെ നല്ലൊരു അനുഭവമാണ് പങ്കുവച്ചത്. സായിരാം. ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. സായിരാം. സായിരാം. വീഡിയോ ഓഫ് ചെയ്തോളൂ. ఇలాంటి నిజమైనటువంటి ఆధ్యాత్మిక తత్వం లోపల గురుత్వం అంటే ఏమిటి? What is this position of a guru? లోకానికి ఎన్నో బోధలు చేశాడు వ్యాసుడు. Vyasa taught so many things to this వ్యాసో world. నారాయణ హరిహి అన్నారు, అతను నారాయణ స్వరూపుడే అన్నారు. People said Vyasa is God himself. ఇది వ్యాస పౌర్ణిమ అంటారు దీనిని. Today is called Vyasa Purnami. అనగా ఏమిటి? What does it mean? అనేక వేదములుగా ఉండినటువంటి దాన్ని దీన్ని ఉచ్చరించడం చాలా కష్టమవుతుందని 4 వేదములుగా విభజించి లోకానికంతా అందించాడు. This infinite knowledge of Veda is classified into 4 important texts and propagated to the world. అలాంటి విభాగం గావించినటువంటి యొక్క వ్యాసునికి ఆనాడు హృదయం చాలా పవిత్రంగా మారిపోయింది. And this kind of classification of the Vedic knowledge ఇంత gave him ప్రపంచానికి ఈ satisfaction. పవిత్రమైనటువంటి వేదమాతను అందించాను కదా అని సంతృప్తి పడ్డాడు. He was so happy that he could share the Vedic literature with this world. ఆ సంతృప్తి పడినటువంటి దినమే పూర్ణిమ. This day of satisfaction is Purnima. పూర్ణిమ అనగా ఏమి? ఫుల్ మూన్. Purnima means full moon. పూర్ణమద పూర్ణమిదం అని పూర్ణంగా ఉంటున్నాడు చంద్రుడు. Moon is full moon day. అయితే ఈ యొక్క మూనుకు మానవుని మనసుకు సన్నిహిత సంబంధం ఉంటుండాలి. There is intimate relationship between the ఆ moon and వేదములంటే mind. చంద్రమా మనసో జాతః చక్షో సూర్యో అజాయత. ఆ చంద్రుడు మనసు రెండు ఒక్కటే. Moon is the presiding deity of the mind. ప్రతిబింబంలే. One is the object, the other is the reflection. కనుక ఆ పూర్ణ దినము పూర్ణ చంద్రుడు ఏ విధంగా ఉంటాడో ఆ విధంగా మన హృదయం కూడాను మనసు కూడాను పూర్ణంగా ఉంటుండాలి. Just as moon is so brilliant on the full moon day, our mind also is so ఎట్టి మచ్చలు brilliant. లేకుండా, ఎట్టి దోషములు లేకుండా, ఎట్టి కీడుగును లేకుండా, దురభ్యాసము లేకుండా పవిత్రమైనటువంటి ఒక స్వచ్ఛంగా ఉంటుండాలి. Without any blot, without any mistake, without any dirt, without any weakness, we should be full and brilliant. కనుకనే ఆనాటి యొక్క పవిత్రమైన భావంతో భావించి వేదములు విభజించినటువంటి వాడు కనుకనే పూర్ణిమ, వ్యాస పూర్ణిమ అని పేరు పెట్టారు. With these sacred feelings, Vyasa classified Vedic literature. So this day is called Vyasa ఇది Purnima. గురు పూర్ణిమ కాదు. This is not Guru Purnima. హృదయాన్ని ఏనాడు మనం పరిశుద్ధ భావించుకుంటామో అదే గురు పూర్ణిమ. That day when we purify our heart is the day of Guru Purnima. మర్మమెరిగిన మరు నిమిషంలో మనసే వారికి గురుడండి అన్నారు. The day when you understand the mystery of this world, your mind will be your Guru. మర్మం ఏనాడు నీవు తెలుసుకుంటావో అప్పుడు తన మనసే తనకు గురువు అవుతుంది. Then once you know the secrets, your mind becomes Guru. സുധേ ഒരു ഭജന പാടിക്കോളൂ. സായിരാം ചേച്ചി, സായിരാം.
भवसागर से पार उतार, भवसागर से पार उतार, साईनाथ भगवान, साईनाथ भगवान, भवसागर से पार उतारो, अल्लाह यीशु बुद्ध महावीर, अल्लाह यीशु बुद्ध महावीर, सब नामों की महिमा, सब नामों की एक है महिमा, सब पालनहारी, सब पालनहारी, साईनाथ भगवान, साईनाथ भगवान, भवसागर से पार उतारो, साईनाथ भगवान, भवसागर से पार उतारो, अल्लाह यीशु बुद्ध महावीर, सब नामों की एक महिमा, सबकी पालनहारी, साईनाथ भगवान, साईनाथ भगवान, भवसागर से पार उतार. സായിരാം ചേച്ചി, സായിരാം. സായിരാം. സായി ഉപമ, നിങ്ങൾ ദിവ്യരാണ്, പിന്നെ എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തത്? സംഭവിച്ചത് എന്തെന്നാൽ മായാമാലിന്യം കൊണ്ട് അത് മൂടപ്പെട്ടിരിക്കുന്നു. അലക്കുകാരൻ നിങ്ങളുടെ വസ്ത്രത്തെ വെളുക്കുന്നതാക്കുന്നില്ല, അത് വെളുത്ത വസ്ത്രം തന്നെ ആയിരുന്നു. ആ വെണ്മ മറയ്ക്കുന്ന മാലിന്യങ്ങളെ കഴുകിക്കളഞ്ഞ് അതിന്റെ ശരിയായ നിറം പുറത്തു കൊണ്ടുവരിക മാത്രമാണ് അലക്കുകാരൻ ചെയ്യുന്നത്. അടിസ്ഥാനപരമായ വെണ്മയെ പ്രകാശിപ്പിക്കുന്നതിന് അയാൾക്ക് 2 വസ്തുക്കൾ ആവശ്യമാണ്: നല്ല ഒരു സോപ്പും നല്ല വെള്ളവും. രണ്ടും നന്നായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഒരെണ്ണം കൊണ്ട് മാലിന്യം അകറ്റുവാൻ കഴിയുകയുമില്ല. മനസ്സിന്റെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. മായ എന്ന മാലിന്യത്തെ മാറ്റുന്നതിന് നിങ്ങൾക്ക് നീതി എന്ന സോപ്പും നിഷ്ഠ എന്ന ജലവും വേണം. അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ മാലിന്യമുക്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജയ സായിരാം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. जय बोलो भगवान ജയ് श्री सत्य ബോലോ ഭഗവാൻ ശ്രീ സത്യ സായി ബാബാജി കി ജയ്.